നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് മാസഫലമാണ്. 2025 മെയ് മാസത്തിലെ ഉത്രാടം നക്ഷത്രത്തിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം നക്ഷത്രക്കാർ സംസ്കാരമുള്ളവരും ഹൃദയശുദ്ധിയുള്ളവരും സൗമ്യമായി സംസാരിക്കുന്നവരുമായിരിക്കും. ഇവരുടെ മുഖത്തൊരു നിഷ്കളങ്കത കാണാൻ സാധിക്കും. ലളിതമായ വസ്ത്രധാരണ രീതി ഇഷ്ടപ്പെടുന്ന ഇവർ ധാരാളം ആഡംബരങ്ങൾ ആഗ്രഹിക്കുന്നവരുമാണ്. ധർമ്മിഷ്ഠരും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവരുമായിരിക്കും ഇവർ. മറ്റുള്ളവരുമായി പെട്ടെന്ന് അടുപ്പം കാണിക്കാത്ത ഒരു ഗൂഢമായ പ്രകൃതം ഇവർക്കുണ്ടാവുകയുണ്ട്. തിളക്കമുള്ള കണ്ണുകളും മുഖത്തൊരു മറുകും ഇവരുടെ പ്രത്യേകതയാണ്. സത്യസന്ധതയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഇവർ വ്യക്തമായ ചിന്താഗതിയുള്ളവരുമായിരിക്കും. വിശ്വസിക്കുന്നവരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുകയും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന ഇവർ ജപം, തപം, വ്രതം എന്നിവയിലൂടെ ജീവിതത്തിൽ വിജയം നേടാൻ ശ്രമിക്കും. വിദ്യാഭ്യാസത്തിലും ജോലിയിലും മറ്റുള്ളവരെക്കാൾ മുന്നിലെത്താൻ ഇവർ ആഗ്രഹിക്കുന്നവരാണ്. കുട്ടിക്കാലം മുതൽക്കേ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കും. എങ്കിലും യൗവനകാലത്ത് വിനോദകരമായ കാര്യങ്ങളിൽ ഏർപ്പെടാൻ അവസരം ലഭിക്കും. ഏത് പ്രശ്നത്തിലും ശ്രദ്ധാലുവായിരിക്കുക എന്നത് ഇവരുടെ പ്രധാന സ്വഭാവമാണ്. ഉത്രാട നക്ഷത്രത്തിൻ്റെ ദേവത വിശ്വദേവതകളും മൃഗം കാളയും പക്ഷി കോഴിയുമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം ധനുരാശിയിലും അവസാനത്തെ മുക്കാൽ ഭാഗം മകരരാശിയിലുമായിട്ടാണ് വരുന്നത്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ നന്മയുടെ പാതയിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അവിഹിതമായ ധനസമ്പാദന മാർഗങ്ങൾ മുന്നിൽ വന്നാൽ പോലും ഇവർ അത് സ്വീകരിക്കാൻ തയ്യാറാകില്ല. ഈശ്വരഭക്തിയും പങ്കാളിയോടുള്ള വിശ്വസ്തതയും ഇവരുടെ പ്രധാന സവിശേഷതകളുമാണ്. ഓരോ പാദത്തിൻ്റെയും പ്രത്യേകതകൾ നോക്കുമ്പോൾ ഉത്രാട നക്ഷത്രത്തിൻ്റെ 1-ാം പാദത്തിൽ ജനിച്ചവർ അറിവുള്ളവരും ജീവിതം ആസ്വദിക്കുന്നവരും ധാർമ്മികതയും മറ്റുള്ളവരെ സഹായിക്കാനുള്ള സന്മനസ്സുള്ളവരുമായിരിക്കും. എന്നാൽ 2-ാം, 3-ഉം 4-ഉം പാദങ്ങൾ ജനിച്ചവർ സൂക്ഷ്മബുദ്ധിയുള്ളവരും ദീർഘവീക്ഷണമുള്ളവരും വിനയവും ഉദാര മനസ്കത ഉള്ളവരും വാക്ചാതുര്യവും സത്യസന്ധതയുമുള്ളവരുമായി കാണുന്നു. ഉത്രാടം നക്ഷത്രക്കാരുടെ 2025 മെയ് മാസത്തിലെ പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ നോക്കുമ്പോൾ നിരവധി പ്രധാനപ്പെട്ട ജ്യോതിഷ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങൾ ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ പലതരത്തിൽ സ്വാധീനിക്കാനും സാധ്യതയും കാണുന്നുണ്ട്. വ്യാഴം 2025 മെയ് 14 ഇടവൻ രാശിയിൽ നിന്ന് മിഥുനത്തിലേക്ക് മാറുന്നുണ്ട്. വ്യാഴം വിജ്ഞാനത്തിൻ്റെയും വളർച്ചയുടെയും ഗ്രഹമാണ്. ഈ മാറ്റം ഉത്രാട നക്ഷത്രക്കാരുടെ തൊഴിൽ, സാമ്പത്തികം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ പുതിയ അവസരങ്ങൾ നൽകും. രാഹു 2025 മെയ് 18 മീനൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. രാഹു പെട്ടെന്നുള്ള മാറ്റങ്ങൾക്കും അപ്രതീക്ഷിതമായ സംഭവങ്ങൾക്കും കാരണമാകാറുണ്ട്. ഈ മാറ്റം ഉത്രാട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചില അനിശ്ചിതത്വങ്ങൾ സൃഷ്ടിക്കാനും ഇടയുണ്ട്. കേതു 2025 മെയ് 18 കന്നി രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്കാണ് മാറുന്നത്. കേതു ആത്മീയ ചിന്തകൾ വർദ്ധിപ്പിക്കാനും ചില കാര്യങ്ങളിൽ വിരക്തി തോന്നാനും ഇടയാക്കിയേക്കും. ബുധൻ മെയ് മാസത്തിൽ 2 രാശിമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. മെയ് 7 ബുധൻ മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് മാറുകയും പിന്നീട് 23 മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കുകയും ചെയ്യുന്നു. ബുധൻ ബുദ്ധിയുടെയും ആശയവിനിമയത്തിൻ്റെ ഗ്രഹമാണ്. ഈ മാറ്റങ്ങൾ ഉത്രാട നക്ഷത്രക്കാരുടെ പഠനം, തൊഴിൽ, ആശയവിനിമയം എന്നിവയെ സ്വാധീനിക്കാനും ഇടയുണ്ട്. സൂര്യൻ മെയ് 15 മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് മാറുന്നു. സൂര്യൻ ഊർജ്ജത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഗ്രഹമാണ്. ഈ മാറ്റം ഉത്രാട നക്ഷത്രക്കാരുടെ ഊർജ്ജം, ആത്മവിശ്വാസം എന്നിവയെ സ്വാധീനിക്കുകയും ചെയ്യും. ശുക്രൻ മെയ് 31 മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നുണ്ട്. ശുക്രൻ പ്രണയം, സൗന്ദര്യം, സന്തോഷം എന്നിവയുടെ ഗ്രഹമാണ്. ഈ മാറ്റം ഉത്രാട നക്ഷത്രക്കാരുടെ പ്രണയജീവിതം, സാമ്പത്തിക സ്ഥിതി, ബന്ധങ്ങൾ എന്നിവയെ സ്വാധീനിക്കാനും ഇടയുണ്ട്. ചൊവ്വ മെയ് മാസം മുഴുവൻ കർക്കിടകൻ രാശിയിൽ തുടരുന്നുണ്ട്. ചൊവ്വ ഊർജം, ധൈര്യം എന്നിവയുടെ ഗ്രഹമാണല്ലോ. കർക്കിടകത്തിലെ ഈ സ്ഥിതി ഉത്രാട നക്ഷത്രക്കാരുടെ മാനസികാവസ്ഥയും പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുകയും ചെയ്യും. മെയ് 12 ബുധ പൗർണമി വരുന്നുണ്ട്. ഇത് ആത്മീയപരമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ദിവസമാണ്. 2025 മെയ് മാസത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ ജീവിതത്തിലെ വിവിധ മേഖലകളെ സ്വാധീനിക്കുന്നുണ്ട്. വ്യാഴം മെയ് 14 വരെ ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നുണ്ട്. ഈ സമയം ഉത്രാടം നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും ആവശ്യമായി വരും. പിന്നീട് വ്യാഴം മിഥുന രാശിയിലേക്ക് മാറും. ഇത് തൊഴിൽപരമായ വളർച്ചയ്ക്കും പുതിയ അവസരങ്ങൾക്കും സാധ്യത നൽകുന്നുണ്ട്. ശനി ഈ മാസം മുഴുവൻ മീനൻ രാശിയിലായിരിക്കും. ഇത് ഉത്രാട നക്ഷത്രക്കാർക്ക് ചില വെല്ലുവിളികളൊക്കെ സൃഷ്ടിച്ചേക്കാം. പ്രത്യേകിച്ച് ആരോഗ്യപരവും വ്യക്തിപരവുമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും ക്ഷമയും ആവശ്യമായി വരുന്ന സമയമാണ്. രാഹു മെയ് 18 വരെ മീനൻ രാശിയിൽ തുടരുന്നുണ്ട്. ഈ സമയം അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നീട് രാഹു കുംഭൻ രാശിയിലേക്ക് മാറും. ഇത് അനിശ്ചിതത്വങ്ങൾക്ക് കാരണമാകും. അതിനാൽ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ശ്രദ്ധ വേണം.
കേതു മെയ് 18 വരെ കന്നി രാശിയിലായിരിക്കും. ഇത് ആത്മീയപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നീട് കേതു ചിങ്ങൻ രാശിയിലേക്ക് മാറുന്നു. ഇത് ചില കാര്യങ്ങളിൽ വിരക്തി തോന്നിക്കാൻ ഇടയാക്കിയേക്കും. ബുധൻ മെയ് മാസത്തിൽ മേടൻ രാശിയിലും ഇടവൻ രാശികളിലൂടെയും സഞ്ചരിക്കും. ഇത് ഉത്രാടം നക്ഷത്രക്കാരുടെ ആശയവിനിമയം, പഠനം, തൊഴിൽപരമായ കാര്യങ്ങൾ എന്നിവയെ സ്വാധീനിക്കുന്നുണ്ട്. പുതിയ ആശയങ്ങൾ ലഭിക്കാൻ അവ പ്രാവർത്തികമാക്കാൻ ഈ സമയം അനുകൂലമായിട്ട് കാണുന്നുണ്ട്. സൂര്യൻ മേടം ഇടവൻ രാശികളിലൂടെ സഞ്ചരിക്കുന്നത് ഉത്രാടം നക്ഷത്രക്കാരുടെ ഊർജ്ജത്തെയും ആത്മവിശ്വാസത്തെയും വർദ്ധിപ്പിക്കും. തൊഴിൽ രംഗത്ത് അംഗീകാരം ലഭിക്കാനും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും സാധ്യത കാണിക്കുന്നുണ്ട്. ശുക്രൻ മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് മാറുന്നത് പ്രണയ ജീവിതത്തിലും സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. ബന്ധങ്ങളിൽ സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകും. ചൊവ്വ കർക്കിടകൻ രാശിയിൽ തുടരുന്നു. ഉത്രാട നക്ഷത്രക്കാരുടെ മാനസികാവസ്ഥയും പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കും. ഇത് ചില സമയങ്ങളിൽ അമിത ദേഷ്യം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമായി വരികയും ചെയ്യും. ഈ ഗ്രഹസ്ഥിതി ഉത്രാട നക്ഷത്രക്കാരുടെ തൊഴിൽ, സാമ്പത്തിക, ആരോഗ്യം തുടങ്ങിയ മേഖലകളെ സ്വാധീനിക്കുന്നുണ്ട്. അത് ഏതൊക്കെ രീതിയിലെന്ന് നോക്കാം. തൊഴിൽപരമായി നോക്കുമ്പോൾ ലാഭശതമാന വ്യവസ്ഥകളോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ഭാവിയിലേക്ക് ഗുണം ചെയ്യും. ജോലിയുമായി ബന്ധപ്പെട്ട് ധാരാളം യാത്രകളും ചർച്ചകളൊക്കെ വേണ്ടിവരും. സുഹൃത്തിൻ്റെ സമയോചിതമായ ഇടപെടൽ വഴി പല വിധത്തിലുള്ള അനിഷ്ടങ്ങളെയും അതിജീവിക്കാൻ സഹായിക്കും. സാമ്പത്തികപരമായി നോക്കുമ്പോൾ ഈ മാസം സാമ്പത്തികപരമായി പൊതുവെ നല്ലതായിരിക്കും. വരുമാനം വർദ്ധിക്കാനും പുതിയ നിക്ഷേപങ്ങൾ നടത്താനും സാധ്യതയുണ്ട്. ആരോഗ്യം, നാഡീ നീർദോഷ രോഗങ്ങളിൽ അസ്വസ്ഥതകൾ അനുഭവപ്പെടാം. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ഭക്ഷണ ക്രമീകരണവും വ്യായാമവും അത്യാവശ്യമായ സമയമാണ്. കുടുംബ പശ്ചാത്തലത്തിൽ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ ശ്രമിക്കേണ്ടതാണ്. ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കുകയും ചെയ്യും. പ്രണയത്തിൽ പ്രണയബന്ധങ്ങളിൽ സന്തോഷവും ഐക്യവും ഉണ്ടാവും. വിവാഹിതരായവർക്ക് നല്ല സമയമാണ് പ്രതീക്ഷിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഈ സമയം അനുകൂലമായിട്ടാണ് കാണുന്നത്. പഠനത്തിൽ ഉയർച്ച നേടാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സാധിക്കും. 2025 മെയ് മാസത്തിലെ ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് അനുഭവിക്കാൻ സാധ്യതയുള്ള ഫലങ്ങൾ മാസത്തിൻ്റെ ആദ്യം, മധ്യം, അവസാനം എന്നിങ്ങനെ തരംതിരിച്ച് നോക്കുമ്പോൾ മാസത്തിൻ്റെ ആദ്യത്തിൽ ഉത്രാട നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായും സാമ്പത്തികമായും നല്ല സമയം പ്രതീക്ഷിക്കാം. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനോ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിനോ അനുകൂലമായ സമയമാണ്. മാസത്തിൻ്റെ മധ്യത്തിൽ ആരോഗ്യപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും കരുതലും ആവശ്യമായി വരും. എങ്കിലും സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും സഹായം ലഭിക്കുന്നതിലൂടെ തടസ്സപ്പെട്ടു പോയ കാര്യങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. മാസത്തിൻ്റെ അവസാനത്തിൽ ഉത്രാട നക്ഷത്രക്കാർക്ക് കുടുംബപരമായി സന്തോഷം പങ്കിടാൻ അവസരം ലഭിക്കും. പ്രണയബന്ധങ്ങൾ കൂടുതൽ ശ്രദ്ധയും സംയമനവും പാലിക്കേണ്ടതാണ്. ഉത്രാട നക്ഷത്രക്കാർക്കുള്ള ദോഷപരിഹാരങ്ങൾ നോക്കുമ്പോൾ പക്ക പിറന്നാൾ തോറും ശിവക്ഷേത്ര ദർശനം നടത്തുക. ഞായറാഴ്ചയും ഉത്രാടവും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ സൂര്യക്ഷേത്ര ദർശനം നടത്തുക. ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ ദശാകാലങ്ങളിൽ വിധിപ്രകാരമുള്ള ദോഷപരിഹാരം ചെയ്യുക. നിത്യവും സൂര്യനെ ശിവനെയും ഭജിക്കുക. അനുജന്മ നക്ഷത്രങ്ങളായ ഉത്രം, ഉത്രാടം എന്നീ ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. സൂര്യശാന്തി ഹോമം നടത്തുക, ഗുരുശാന്തി ഹോമം നടത്തുക, ശനിശാന്തി ഹോമം നടത്തുക. ഓരോ പാദക്കാർക്കും നിർദ്ദേശിച്ചിട്ടുള്ള മന്ത്രങ്ങൾ നിത്യവും കേൾക്കുകയും ചെയ്യുക. 2025 മെയ് മാസം ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് പൊതുവെ നല്ല ഫലങ്ങൾ നൽകുന്നൊരു മാസമാണ്. തൊഴിൽപരമായും സാമ്പത്തികമായും പുരോഗതി പ്രതീക്ഷിക്കുന്നുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും ചെലുത്തേണ്ടത് അത്യാവശ്യമാണ്. നിർദ്ദേശിച്ചിട്ടുള്ള ദോഷപരിഹാര മാർഗങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ ഈ നക്ഷത്രക്കാർക്ക് കൂടുതൽ നല്ല ഫലങ്ങൾ നേടാനും പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യാനും സാധിക്കുകയും ചെയ്യും.